Hello, welcome to my YouTube channel. നമ്മൾ ഇന്നുള്ളത് എറണാകുളത്തെ സെക്കൻഡ് ഹയസ്റ്റ് വ്യൂ പോയിന്റായ കൂഴുമലയിലാണ്. നമ്മളിവിടെ സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ്. അത് പെട്ടെന്നുണ്ടായൊരു പ്ലാനാട്ടോ. ഇന്നലെ 12:30 ഉണ്ടാക്കിയൊരു പ്ലാനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആരുണ്ട്? സോ പെട്ടെന്നുണ്ടായ പ്ലാനാണ്. സൺറൈസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇപ്പം സൺ ഉദിച്ചു, ഭയങ്കര വെയിലായി. നമ്മൾ തിരിച്ചിറങ്ങാറായി. അപ്പോൾ ഇൻട്രോ എടുത്തില്ല എന്ന് ഓർത്ത് നമ്മൾ ഇൻട്രോ എടുക്കണം. നമ്മൾ രാവിലെ ഒരു 4:30 വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ട്. 4:30 അല്ല, 4:45 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. 4:30 ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോയി ഗപ്പിയെ പിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 5:30 5:40 ആയി. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4:15. ഈ ടൈമിൽ ഞാൻ എന്താ ചെയ്യണേന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൺറൈസ് കാണാൻ പോവാം. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഗപ്പിയും. സോ ഗപ്പി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൺറൈസ് കാണാൻ പോകണമെന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു. സോ ഇന്നലെ ഞങ്ങൾ രാത്രി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൺറൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോൾ എങ്കിൽ നമുക്കൊന്ന് പോവാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാട്ടോ. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയാൻ ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ തന്നെ രാവിലെ 3-4 മണിയാവും. അപ്പോൾ അത് കഴിഞ്ഞൊരു 1 hour കഴിഞ്ഞ് സൺറൈസിന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിൽക്കാറുമില്ല. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ വീക്കെൻഡ്സ് എനിക്ക് ഓഫാണ്. അപ്പോൾ എന്നാ പിന്നെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എഴുന്നേക്കില്ല. ഞാൻ ആ റുട്ടീനിൽ പോകുന്നതുകൊണ്ട് ഞാൻ വീക്ക് ഡേയ്സിലുള്ള റുട്ടീൻ തന്നെ വീക്കെൻഡ്സും ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊരു വീക്കെൻഡ്സ് ആണെങ്കിൽ ഞാനൊരു 2 ഒക്കെ ആകുമ്പോൾ ഉറങ്ങുള്ളൂ. അതിന് മുന്നേ ഉറങ്ങില്ല. കാരണം അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ എൻ്റെ റൂമിൽ നിന്ന് സൺറൈസ് നല്ലൊരു വ്യൂ ഉണ്ട്. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സ്കൈ ഇങ്ങനെ ഓറഞ്ചൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസമാണെങ്കിൽ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് പോയി കുറച്ച് നേരം നോക്കിയിരിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാനൊരു 1/2 hour മുന്നേ ഒക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെ എഴുന്നേറ്റ് പോകാനുള്ളൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ പോകാനായിട്ട് ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. സോ നമുക്ക് ഇറങ്ങാനുള്ള ടൈമായി. നമുക്ക് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഗപ്പിനെയും പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ ഇനി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിന് നമുക്ക് സൺറൈസ് മിസ്സാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, ഇച്ചിരി ബാസുള്ള സൗണ്ടുമായിട്ട് നിങ്ങളെ കൂടെ ഗപ്പിച്ചേരുന്നു. കൂറുമല വ്യൂ പോയിന്റിലേക്കാണ് രാവിലെ. ഇപ്പോൾ സമയം 5:04. വെച്ച് പിടിച്ചുകൊണ്ടിരിക്കണത് കൂറുമല വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ എത്തുമ്പോഴേക്ക് സൂര്യൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടൈം ലാപ്സ് എടുക്കാം, സൺറൈസ് കാണാം. വിജനമായ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആയിരിക്കും. നമുക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഡെസിഗ്നേറ്റഡ് സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ അത്യാവശ്യം നമ്പർ ഓഫ് കാർസ് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബൈക്കുകൾക്കാണെങ്കിൽ ഈ വാക്ക് വേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു ഏരിയ ഉണ്ട്, ബൈക്കുകൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വാച്ച് ടവർ ആ കാണുന്ന അവരവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് സൺറൈസിൻ്റെ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട സൈക്ലിസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോഴാണ് കേട്ടോ എത്തുന്നത്. അവർക്ക് സൺറൈസൊക്കെ മിസ്സായി. നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നിരുന്ന് കുറച്ച് കൂടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതൊക്കെ ഞാൻ എന്റെ വീഡിയോയിലിടില്ല, അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്താൽ മതിയല്ലോ. അല്ല പക്ഷെ ഇവിടെ നിന്ന് നിർത്തി പോകണം വലിയ പ്രശ്നമില്ല. ഹലോ ഗായ്സ്, നമ്മൾ അങ്ങനെ കാക്കനാട് എത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിൽ നിർത്തിയേക്കാം. കാക്കനാട്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഗപ്പി ബോംബെ ടോസ്റ്റും ഞാനൊരു ഓംലെറ്റ് വറുത്തത്. അങ്ങനെ ഗപ്പി പോവാണ്. ബൈ. ഓക്കെ, ബൈ. സോ ഇതായിരുന്നു നമ്മുടെ കുട്ടി സൺറൈസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.